രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമവും ഭീതി പരത്തിയിരുന്ന കണ്ണൂർ നിരവധി കുടുംബങ്ങളുടെ കണ്ണീർ വീണിട്ടുള്ള നാടാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നിന്ന് കൊല്ലും കൊലയെക്കുറിച്ചും കേട്ടിട്ടേയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും ബോംബേറും അക്രമ സംഭവങ്ങളും. ചെറുകുന്നിലാണ് BJP നേതാവിൻ്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജുവിൻ്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിന് പിന്നിൽ CPM എന്നാണ് ആരോപണം. ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരിൻ്റെ തുടർച്ചയായി നടന്ന ആക്രമണമെന്നാണ് സൂചന. പുലർച്ചെ 2:30 BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി K ബിജുവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത്. ബോംബേറിൽ ബിജുവിന്റെ വീടിന്റെ മുൻഭാഗത്ത് നാശനഷ്ടമുണ്ടായി. ജനൽ ചില്ലുകൾ തകർന്നു. ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബിജുവും അച്ഛനും അമ്മയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കുകളൊന്നുമില്ല. ബോംബിന്റെ അവശിഷ്ടങ്ങൾ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്തെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് കണ്ണപുരം പോലീസ് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുകുന്ന് അമ്പലപ്പുറം സ്വദേശിയെയാണ് കണ്ണപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം ചെറുകുന്നിൽ ഒരു ഫ്ലക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് BJP CPM പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സൂചന. മുമ്പും CPM BJP സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് കണ്ണപുരം. പിന്നീട് സ്ഥിതി ശാന്തമായെങ്കിലും ഫ്ലക്സ് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കം വീണ്ടും സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ CPM ആണെന്നാണ് BJPയുടെ ആരോപണം. News 18 കണ്ണൂർ.